മിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ, യു ഹാവ് മിസറബിളി ഫെയിൽഡ്. താങ്കൾ പരാജയപ്പെട്ടു. താങ്കൾ ഇനിയെങ്കിലും അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. ഞങ്ങൾ എത്ര പ്രാവശ്യമായി ഇത് ഞങ്ങൾ പോസിറ്റീവായിട്ടല്ലേ ഓരോ കാര്യത്തെക്കുറിച്ച് പഠിച്ചത്. കേരളം ഇതുവരെ കടന്നുപോകാത്ത അത്ര വലിയ പരിതസ്ഥിതിയിലൂടെയാണ്, അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലേക്കാണ് കേരളത്തെ നയിച്ചിരിക്കുന്നത്. അതും ഈ സർക്കാർ ഇത്ര വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ ഇന്ന് നിയമസഭയിൽ ആരോപിച്ചത്. മാത്രമല്ല, കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും എണ്ണി പറഞ്ഞുകൊണ്ട് അവരനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. മാത്രമല്ല, എതിർക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായ എവിഡൻസ്, അതായത് എല്ലാ ഫാക്റ്റും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഒരു തെളിവുകളുമില്ലാതെ ഞങ്ങൾ ഇത്തരത്തിൽ സംസാരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എണ്ണി സർക്കാരിനോട് കണക്ക് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം. ഒരു കുഴപ്പമില്ല എന്ന് ഒരു സ്ഥലത്ത് പറയുകയും മറുസ്ഥലത്ത് ഇന്ന് തന്നെ ഇവിടെ സംസാരിച്ച ഭരണകക്ഷി അംഗങ്ങൾ എത്ര പരസ്പര വിരുദ്ധമായിട്ടാണ് കണക്കുകൾ പറഞ്ഞത്, എത്ര പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. ചിലർ പറഞ്ഞു കേരളത്തിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു, എല്ലാം ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യം പോയി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിട്ട് പെറ്റീഷൻ ഉണ്ടാന്ന് വായിച്ചു നോക്ക്. എന്താണ് കേരളത്തിൻ്റെ സ്ഥിതിയെന്ന്. രാവിലെ ധനകാര്യമന്ത്രിയും പറഞ്ഞു ട്രഷറിക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. ട്രഷറി താഴിട്ട് പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ടുകൊണ്ടാണ് ധനകാര്യമന്ത്രി നടക്കുന്നത്. ദയനീയമായ സ്ഥിതിയാണ്. ഇപ്പോൾ രണ്ടാം ഗഡു നമ്മുടെ ലോക്കൽ ബോഡിക്ക് കൊടുക്കേണ്ട രണ്ടാം ഗഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടതായിരുന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഒഴിച്ച് കുറച്ച് പൈസ കൊടുത്തു. വല്ലതും മാറിക്കിട്ടോ ട്രഷറിയിൽ നിന്ന്? ഏതെങ്കിലും ഒരു പൈസ മാറിക്കിട്ടോ? പഞ്ചായത്തിൽ പുല്ല് വെട്ടിയതിന് കാശ് കൊടുത്താൽ ബില്ല് കൊടുത്താൽ പാസ്സാവില്ലല്ലോ. ഒരു ഓട പണിയാൻ കാശുണ്ടോ? ഓട പണിതാൽ ബില്ല് ട്രഷറി കൊടുത്താൽ പാസ്സാവോ? ഒരു ഓട പോലും പണിയാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണിത്. ബോധ്യം വേണം. കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ല. എന്താ സ്ഥിതി? ഓരോ വകുപ്പിലെ സ്ഥിതി എന്താ? സപ്ലൈക്കോ, ഇവിടെ ഇല്ല. സപ്ലൈക്കോ 3 മാസമായി 4 മാസമായി വിതരണക്കാർ സപ്ലൈ ചെയ്തിട്ട് 6 മാസമായി അവർക്ക് പണം കൊടുക്കാനുണ്ട്. 10,500 കോടി രൂപ കൊടുക്കാനുണ്ട്. മാവേലി സ്റ്റോറിൽ ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റി ഇല്ല. നിങ്ങൾ വലിയ കൊട്ടിഘോഷിച്ച് ഇന്നും പറഞ്ഞിട്ടല്ലോ ലൈഫ് മിഷൻ പദ്ധതി. ഈ വർഷം നിങ്ങൾ വെച്ചത് എത്രയാ? 717 കോടി. കൊടുത്തത് എത്രയാ? 18 കോടി. 1-ാം ഗഡുവില്ല, 2-ാം ഗഡുവില്ല, 3-ാം ഗഡുവില്ല. ഭവന നിർമ്മാണ പദ്ധതി മര്യാദയ്ക്ക് നേരത്തെ നടന്നിരുന്നതാണ്. പട്ടികജാതിക്കാരുടെ, പട്ടികവർഗക്കാരുടെ, മത്സ്യത്തൊഴിലാളികളൊക്കെ നടന്നിരുന്ന ഇപ്പൊ ഒന്നും നടക്കാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ്. ഇന്നലെയും ക്ഷേമ പെൻഷനെ കുറിച്ച് തന്നെയായിരുന്നു നിയമസഭയിലെ ചർച്ച മുഴുവൻ. ഇന്നും ക്ഷേമ പെൻഷൻ കിട്ടാതെ മരിച്ച ആളുകളുടെ എണ്ണം വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ഇന്ന് അവതരിപ്പിച്ചത് പരിഹാസ രൂപേണയാണ്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ 1 ലക്ഷത്തോളം പേരാണ് മരിച്ചു പോയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച സംഭവിച്ചുവെന്നും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ 1 ലക്ഷം പെൻഷൻകാരും മരിച്ചുപോയി, കൊടുത്തിട്ടില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൊടുത്തിട്ടില്ല. 30,000-നും 40,000-നും ഇടയ്ക്ക് കോടി രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിങ്ങൾ കൊടുക്കാനുണ്ട്. നിങ്ങൾ ഒരു പേയ്മെന്റും ഒരു സ്ഥലത്തും നടത്തുന്നില്ല. എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും KSRTC പ്രതിസന്ധിയിലാണ്, വൈദ്യുതി ബോർഡ് പ്രതിസന്ധിയിലാണ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഏകദേശം പൂട്ടി. എത്ര ക്ഷേമനിധി ബോർഡ് ഈ വർഷം പൂട്ടുമെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അത്രയും പരിതാപകരമായ ഒരു ധനപ്രതിസന്ധിയിലൂടെയാണ് ഈ സംസ്ഥാനം പോകുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 40,000 കോടി രൂപയ്ക്ക് മുകളിൽ നികുതി പിരിഞ്ഞു കിട്ടുന്നതെന്ന് ബാലഗോപാൽ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ വാദങ്ങളെല്ലാം ഗണ്ണിക്കുന്ന തരത്തിലായിരുന്നു ഇന്ന് വി.ഡി. സതീശന്റെ മറുചോദ്യങ്ങൾ മുഴുവൻ. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നികുതി പിരിവ് എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു സംഭവമാണെന്നും അത്തരത്തിൽ ചെക്ക് പോസ്റ്റുകൾ പോലും കേരളത്തിന് ഇല്ല എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതായത് നികുതി പിരിവിന്റെ കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോൽവിയാണ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, സ്വർണ്ണവിലയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഇത് കണിശമായി തന്നെ എടുത്ത് കാണിക്കുന്നുമുണ്ട്. നിങ്ങൾ എങ്ങോട്ടാണ് കേരളത്തിനെ കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് നിങ്ങൾ കേരളത്തിനെ കൊണ്ടുപോകുന്നത്? ഈ തറവാട് നിങ്ങൾ മുടിപ്പിക്കുകയാണോ? ഞാൻ പറഞ്ഞല്ലോ ബാറിന്റെ ടാക്സ്. ഞങ്ങൾ പറഞ്ഞില്ലേ ബാറിന്റെ എണ്ണം കൂടുന്നു, കൺസംഷൻ കൂടുന്നു, ബാറിൽ നിന്നുള്ള വരുമാനം താഴോട്ട് പോകുന്നു. അതെന്താ? നിങ്ങൾ പരിശോധിക്കാൻ എന്ത് സംവിധാനം ചെയ്ത്? ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് കുപ്പി കൊണ്ടുപോകല്ലേ,
വാങ്ങിച്ച് ബാറിലേക്ക് കൊണ്ടുപോകല്ലേ? ആ കുപ്പി ലൂസായിട്ടല്ലേ ബാറിൽ വിൽക്കുന്നത്? 50 രൂപ അവർക്ക് ചിലവാകുന്ന ഒരു പെഗ് അവർ 200 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 150 രൂപയാണ് അവിടെ കൂടുതലായിട്ട് അവർക്ക് കിട്ടുന്നത്. അവരുടെ ടേൺ ഓവർ കൂടുകയാണ്. ആ ടേൺ ഓവർ കണക്കാക്കാതെ അവരൊരു കണക്ക് തരികയാണ്. അത് തന്നെ പല ബാറുകളും തരുന്നില്ല. റിട്ടേൺ, ഞാൻ 2 മിനിറ്റ് അല്ലേ പറഞ്ഞു. പ്ലീസ് ലെറ്റ് മീ കൺക്ലൂഡ്. ആ പൈസ പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല, ആ പണം പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ആരാണ് പരിശോധിക്കുന്നത്? എന്ത് പരിശോധന നടത്തുന്നത്? ഞാൻ പറയുന്നത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ GST അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. മുഖ്യമന്ത്രി ഒരാൾക്ക് സ്വീകരണം കൊടുത്തില്ല, മറ്റേ ഏറ്റവും കൂടുതൽ പൈസ പിരിച്ചു തന്നതിന്, സ്പോൺസർഷിപ്പ് പിരിച്ചു തന്നതിന്. ഏത് GST അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസിനെയാണ് സ്പോൺസർഷിപ്പിനെ ഏൽപ്പിക്കുന്നത്? എന്താണ് GST അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസിന്റെ ജോലി? നികുതി വെട്ടിപ്പ് തടയുക എന്നുള്ള. നികുതി വെട്ടിപ്പ് തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് പണപ്പിരിവ് നടത്തിയിട്ട് അയാൾക്ക് സമ്മാനം കൊടുക്കുന്നത് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും പറ്റും? സാർ, ഞാൻ അവസാനിപ്പിക്കുക. ഈ സർക്കാർ കേരളത്തിലെ ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക്, കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും കേരളത്തിലെ വികസന പദ്ധതികളും എല്ലാം തളർന്നു പോകുന്ന തരത്തിൽ കേരളത്തെ ഇവർ പിന്നോട്ട് കൊണ്ടുപോവുകയാണ്. സാർ, ഈ അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഞങ്ങൾ ഈ നിയമസഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. AK ആന്റണിയുടെ കാലത്ത് മുഴങ്ങിക്കേട്ട ഒരു വാക്കുണ്ടായിരുന്നു, മുണ്ട് മുറുക്കി എടുത്തുകൊണ്ട് ഇറങ്ങുക എന്നത്. ആ വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചത്. AK ആന്റണിയുടെ കാലത്ത് അത്തരമൊരു പരാമർശം പറഞ്ഞത് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. എന്നാൽ ഈ സർക്കാരിൻ്റെ അവസ്ഥ അതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ സർക്കാരിൻ്റെ അവസ്ഥ വെച്ച്, അതായത് കേരളം ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി വെച്ചുകൊണ്ട് മുണ്ടു മുറുക്കിയെടുത്തത് കൊണ്ടൊന്നും തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിൽ നിന്നും ഒരുമിച്ചൊരു പ്രക്ഷോഭത്തിന്, ഒരു പ്രതിഷേധത്തിന് കേരളം പദ്ധതിയിട്ടിരുന്നു. പക്ഷേ ആ പദ്ധതിയിൽ നിന്നും പ്രതിപക്ഷം മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അതിനുള്ള പ്രധാന കാരണമായി ഇന്ന് VD സതീശൻ ചൂണ്ടിക്കാണിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാർ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കുറ്റങ്ങളും എല്ലാ തെറ്റുകളും കേന്ദ്ര സർക്കാരിന്റെ മാത്രം തലയിൽ വെച്ച് കെട്ടുന്ന കേരള സർക്കാരിന്റെ നടപടിയോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് കൊണ്ടാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് കേരളം പലപ്പോഴും ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശമ്പളം പോലും നൽകാനാകാത്ത സാഹചര്യത്തിലാണ്. ശമ്പളം നൽകണമെങ്കിൽ വായ്പ എടുക്കേണ്ട അവസ്ഥയിലേക്കാണ് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വാഹനങ്ങളിൽ പെട്രോൾ അടിക്കാൻ പോലും പണമില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം പോലും നൽകാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് സർക്കാർ കൂപ്പുകുത്തിയിരിക്കുന്ന അവസ്ഥയാണ്. ഇതേ സാഹചര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരള സർക്കാർ കേന്ദ്രം നൽകേണ്ട വിഹിതം നൽകുന്നില്ല, എല്ലാ തെറ്റുകളും കേന്ദ്രത്തിന്റെ തലയിലാണ്, കേന്ദ്രത്തിന്റെ വിഹിതം നൽകാത്തത് കൊണ്ട് മാത്രമാണ് കേരളത്തിന് ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത വന്നത് എന്നെല്ലാം തന്നെ കേരള സർക്കാർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം തന്നെ എതിർക്കുകയാണ് VD സതീശൻ ചെയ്തത്. കേരളത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അത് നിഷേധിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക ബാധ്യതയ്ക്ക് പ്രധാനപ്പെട്ട കാരണം അത് കേന്ദ്രം മാത്രമല്ല കേരളം കൂടിയാണ് എന്നുള്ളതാണ്. മാത്രമല്ല കേരളം എന്തുകൊണ്ട് ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരുന്നതെന്നും എവിടേക്കാണ് കേരളത്തിന് വീഴ്ച പറ്റിയതെന്നും വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്.